ലോകം കോവിഡ് ലോക്ഡൌണിൽ നിശ്ചലമായ 2020 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചന്ദ്രന്റെ താപനില അസാധാരണമായി കുറഞ്ഞതായി കണ്ടെത്തൽ. ഭൂമിയുടെ ഉപഗ്രഹത്തിന്റെയും പരമാവധി താപനിലയും ഇക്കാലത്ത് കുറവായിരുന്നു. രാത്രികാലത്ത് 8 മുതൽ 10 ഡിഗ്രി വരെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നുവെന്ന് പഠനം വ്യക്തമാക്കുന്നു. ലോക്ഡൌണുകളുടെ ഫലങ്ങൾ ചന്ദ്രനിൽ എത്തിയതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു സ്ഥിരതയുള്ള പ്ലാറ്റ്ഫോമായി ചന്ദ്രനെ കണക്കാക്കാമെന്ന് പഠനത്തിൽ പറയുന്നു. COVID-19 രോഗത്തിന്റെ വ്യാപനം തടയുന്നതിനായി കൊണ്ടുവന്ന ലോക്ഡൌൺ ആദ്യമായി ചൈനയിലും ഇറ്റലിയിലും 2020 മാർച്ച് നിലവിൽ വന്നു. പിന്നാലെ മറ്റു രാജ്യങ്ങളും ലോക്ഡൌൺ നടപ്പാക്കുകയായിരുന്നു. ഇതോടെ ലോക ജനസംഖ്യയുടെ ബഹുഭൂരിഭാഗവും വീടിനുള്ളിൽ ഒതുങ്ങി. ലോക്ഡൌൺ മൂലം മനുഷ്യപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടതോടെ വ്യാവസായിക മലിനീകരണം, ഗതാഗതം, ഫോസിൽ ഇന്ധന ഉപയോഗം എന്നിവയിലും ഗണ്യമായി കുറവുണ്ടായി. മനുഷ്യന്റെ പ്രവർത്തനം നിയന്ത്രിക്കപ്പെട്ടത് ഹരിതഗൃഹ വാതക ബഹിർഗമനവും മലിനീകരണത്തിന്റെ അളവും കുറയാൻ കാരണമായി. ഇതേ തുടർന്ന് രാത്രികാലങ്ങളിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കുറഞ്ഞ താപമാണ് പുറത്തുവിട്ടത്. ഈ താപത്തിന്റെ ഒരു ഭാഗം രാത്രിയിൽ ചന്ദ്രന്റെ ഭൂമി അഭിമുഖീകരിക്കുന്ന ഭാഗത്തേക്ക് എത്തി ചന്ദ്രോപരിതലത്തെ ചൂടാക്കിയിരുന്നു. രാത്രികാല താപനിലയിൽ ഏകദേശം 8 മുതൽ 10 കെൽവിൻ വ്യതിയാനം നിരീക്ഷിച്ചുവെന്നും ഗവേഷകർ പറയുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.